മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭ്രംശത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. 14 വാക്യം വരെ പറഞ്ഞു. 15-ഉം അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചെടുപ്പെന്നല്ലാതെ എന്താകും എന്നുള്ള വാക്യവും നമ്മൾ ചിന്തിച്ചിരുന്നു. അതിൽ ചെറിയൊരു വ്യാഖ്യാനം അതിനകത്ത് ആവശ്യമാണ്. കാരണം യഹൂദൻ്റെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതെന്താണ് എന്നുള്ളതൊന്ന് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, യാക്കോബിൻ്റെ മക്കൾ അവരായിരുന്നു ഇസ്രായേൽ മക്കൾ. അവർ കനാനിലേക്ക് ഭ്രംശിക്കപ്പെട്ടു. ഏകദേശം 400 വർഷം അവരവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോശയുടെ കാലത്ത് അവർ മടങ്ങി വന്നു. അതൊരു പഴയ നിയമത്തിലെ ആദ്യം കാണുന്ന അവരുടെ ഒരു ഭ്രംശിക്കപ്പെട്ട ഒരു സംഭവമാണ് ആ കാണുന്നത്. ഇസ്രായേലിൽ തുടരെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അവരെ ഉപദേശിച്ചു പോന്നു. എന്നാൽ അവർ പാപം ചെയ്തു, വിഗ്രഹങ്ങളുടെ പുറകെ പോയി പാപം ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചു? 70 സംവത്സരം ബാബേലിലേക്ക് പ്രവാസികളായി പോകുന്ന ഇരമ്യാവ് പ്രവചിച്ചു. അത് സെദക്കിയാവിൻ്റെ കാലത്ത് നിവൃത്തിയായി. 70 വർഷം കഴിഞ്ഞ് കോരശിൻ്റെ വിളംബരത്തെ തുടർന്ന് അവരെ മടങ്ങി വന്നതായിട്ട് നമ്മളെ കാണും. അത് ഒരു രണ്ടാമത്തെ അങ്ങോട്ട് ബാബിലോണിലേക്ക് പോയതും തിരിച്ചു വന്നതും ആയിട്ടുള്ള കാര്യം. മൂന്നാമത്, ദൈവപുത്രനെ തള്ളിയതിനാൽ അവർ യെരുശലേമിൽ ഭ്രംശിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവചിച്ചു. ലൂക്കോസ് 21-24 വാക്യത്തിലാണ്. അത് AD 70 നിവൃത്തിയായി. എന്നാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ലൂക്കോസ് 21-29 യഹൂദനാകുന്ന അത്തി തളർത്തു തുടങ്ങി. 1948 മെയ് മാസം 14-ാം തീയതിയാണ് അവർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം ലഭിച്ചത്. തുടർന്ന് ആ തളിർപ്പ് രണ്ടാം മണ്ഡലം, എല്ലാ മണ്ഡലങ്ങളിലും ആ തളിർപ്പുണ്ടായി. ഇപ്പോഴും അത്തി തളിർത്ത് ഇരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ഉയർപ്പ് അത് ആസന്നമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് അവരുടെ നിരപ്പ്, അവരുടെ അംഗീകരണം മരിച്ചൊരു ഉയർപ്പിന് എന്നല്ലാതെ എന്താകും. അത് എന്താണ് ഈ ഉയർപ്പ് എന്ന് ചോദിച്ചാൽ, അവരുടെ യഥാസ്ഥാനപ്പെടുത്തലോടുകൂടി ക്രിസ്തു വരികയും മരിച്ചവരുടെ ഉയർപ്പ് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതിനുശേഷമാണ് കൃപായുഗം അവസാനിക്കുന്നത്. അത് ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോഴും കൃപായുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. യഹൂദന്മാർ ക്രിസ്തുവിനെ മെസ്സിയായി അംഗീകരിക്കും. അംഗീകരിച്ചിട്ട് അവർ കുത്തിവെങ്കിലേക്ക് നോക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്, ഒരു ജാതിയായി അവർ കുത്തിവെങ്കിലേക്ക് നോക്കുമ്പോൾ അവരെ പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെടും എന്നുള്ള ഒരു ദൈവവചനം സെക്കരിയാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും എല്ലാം അതിൽ കാണാം. അന്നേരം അതിനു മുമ്പേ സഭയുടെ ഉൽപ്രാവണം നടക്കും എന്ന് നമ്മൾ മറന്നുപോകരുത്. അതാണ് അവരുടെ ഒരു ഭ്രംശം എങ്ങനെയാണ് ഉയർപ്പിലേക്ക്, അവരുടെ അംഗീകരണം എങ്ങനെയാണ് ഉയർപ്പിലേക്ക് വരുന്നതെന്നുള്ള കാര്യം ക്ലിയറായിട്ട് നമ്മൾ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യ ഭാഗത്തെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവൻ അങ്ങനെ തന്നെ, വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഇതുമായിട്ട് ചേർന്ന് താഴത്തെ വാക്യങ്ങളൂടെ നമ്മൾ വായിച്ചിട്ടെന്ന് അത് എത്ര കണ്ട് പോകാൻ പറ്റും എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ചിന്തിക്കാം. കൊമ്പുകൾ ചിലത് ഒടിച്ചിട്ട് കാട്ടിലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിനെ പങ്കാളിയായി തീർന്നുവെങ്കിലോ, കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നതെന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്തിൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്തിൽ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. 20-ാം വാക്യം വരെയാണ് ഞാൻ വായിച്ചത്. ഇവിടെ ആദ്യ ഭാഗം വിശുദ്ധം എങ്കിൽ പിണ്ടം മുഴുവൻ അങ്ങനെ തന്നെ. കഴിഞ്ഞ എപ്പിസോഡിൽ അത് പ്രത്യേകം പറഞ്ഞതാണ്. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 15-ന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലെ ആദ്യ വിളവ് നിന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് കൊണ്ടുവരുമ്പോൾ വടയുണ്ടാക്കും, അത് ദൈവത്തിന് കൊടുക്കണം, പിന്നീട് വിശുദ്ധമായി ശേഷിക്കുന്ന മാവും വിശുദ്ധമായി തീരും എന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ അന്നുള്ളതാണ് ആദ്യ കറ്റ അർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വിശുദ്ധം. ആദ്യ പശു, ആദ്യ കുഞ്ഞ്, എല്ലാം ആദ്യ വിളവ്, ഇതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ ബാക്കിയെല്ലാം വിശുദ്ധമാണെന്ന് ആ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ആദ്യ ഫലം ദൈവത്തിനുള്ളതാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആദ്യമായിട്ടുള്ള വേര് അബ്രഹാമാണ്. യഹോവയുടെ ആദ്യ ഫലം യഹൂദനാണ്. അതുകൊണ്ട് ഇവിടെ യഹൂദൻ വിശുദ്ധമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിനോട് ഒട്ടിക്കുന്നതൊക്കെ വിശുദ്ധമാണെന്ന്. കൊമ്പുകൾ ചിലത് ഒട്ടിച്ച് കാട്ടൊലിവായ നിന്നെ അവയിൽ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. ഇവിടെ ഒലിവിനെ ഒരു രൂപകമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ പൗലോസ് ഈ റോമർക്കെഴുതിയ ലേഖനത്തിൽ ക്ലിയറായിട്ട് പറയുന്ന ഒരു രൂപകമായി ഒലിവിനെ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഈ കൃഷിശാസ്ത്രത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അത് പഠിച്ചിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ സയൻസ് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാഫ്റ്റിങ് എന്നുള്ള പ്രക്രിയയിൽ ഏതാണ് വളരാൻ ആഗ്രഹിക്കുന്നത് അതാണ് അതിൻ്റെ ചെടിയുടെ ബഡാണ് കൊണ്ടുവന്ന് റൂട്ട് സ്റ്റോക്കായിട്ടുള്ള ഏതെങ്കിലും ഇൻഡിജിനസ് വെറൈറ്റി, ലോക്കൽ വെറൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ വേരും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ആയിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന, സാധാരണ അറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏത് വളരാൻ ആഗ്രഹിക്കുന്നു അതാണ് കൊണ്ടുവന്ന് ഒരു റൂട്ട് സ്റ്റോക്ക് ഏതായാലും കുഴപ്പമില്ല, മറ്റേത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിരിക്കും, അതാണ് കൊണ്ടു ചെല്ലുന്നത്. ഇവിടെ നോക്കി, ഇവിടെ എന്താ കാണുന്നത്? കാട്ടൊലിവായ നമ്മളെ നല്ലൊലിവിനോട് ഒട്ടിച്ചു. ഇത് വല്ലാത്തൊരു പ്രതിഭാസമല്ലേ, നമ്മൾ കാണാത്ത കാര്യം. ഈ കാട്ടൊലിവ് ഒട്ടിച്ചു കഴിയുമ്പോൾ എന്തോ വളരേണ്ടത്? കാട്ടൊലിവ വളരേണ്ടത് അല്ലേ? അന്നേരം എന്താ പിടിക്കേണ്ടത്? കാട്ടുമുന്തിരിങ്ങ അത് പിടിക്കേണ്ടത്. അല്ലെങ്കിൽ കാട്ടിൻ്റെ ഒലിവെന്ന് പറയുമ്പോൾ അത് ഹൈബ്രിഡ് അല്ലാത്തൊരു ഒരു ഫ്രൂട്ടാണ് അതിൽ നിന്ന് വരേണ്ടത്. എന്നാൽ ഇവിടെ പറയുന്നത് തിരിച്ചാണ്. ഇവിടെ പറയുന്നത് കാട്ടൊലിവായ നിങ്ങളെ നല്ല ഒലിവിനോട് ഒട്ടിച്ചു, എന്നിട്ട് ഫലം വരുന്നത് ആ നല്ല ഒലിവിൽ നിന്നുള്ള ഫലമാണ് നിങ്ങൾ കൂടി പുറപ്പെടുന്നതെന്ന് പറയും. ശരിക്കും ഈ അഗ്രികൾച്ചർ പോളിസിക്ക് എതിരായിട്ടുള്ളൊരു കാര്യമാണ് ബൈബിളിൽ പറയുന്നത്. ബൈബിളിലെ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പം ഈ ഒരു തരുണത്തിൽ ചിന്തിക്കണം. ബൈബിളിൽ പറയുന്നുണ്ട്, ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. നമുക്കറിയാം, ഒരിക്കലും ഒരു സീഡ് ചാകത്തില്ല, അത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിളിൽ എന്ത് പിന്നെ ചാകാൻ പറയുന്നത് എന്താണ് എന്ന്? അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്ന കാര്യമാണ്, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും. എല്ലാം നമ്മുടെ നാട്ടുഭാഷ പറയും ഉൾട്ട പുൾട്ട, എന്ത് പറയുന്നു അതിനെതിരാണ്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോഴൊരു കാര്യം നമുക്ക് മനസ്സിലാവും, ഈ ലോകത്തിൽ ഉള്ളതിൽ നിന്ന് സൂപ്പർ നാച്ചുറലാണ് ദൈവത്തിൽ നിന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പലപ്പോഴും ഇതൊന്നും പറഞ്ഞാൽ ആളുകൾക്കത് ഗ്രഹിക്കാനായിട്ട് പറ്റാതെ വരുന്നത്. എല്ലാം സൂപ്പർ നാച്ചുറലാണ്. നമ്മുടെ ബർത്ത് പോലും സൂപ്പർ നാച്ചുറൽ ബർത്താണ്. വീണ്ടും ജന്മം എന്ന് പറഞ്ഞൊരു സൂപ്പർ നാച്ചുറൽ ബർത്താണ്. നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ്. അതുകൊണ്ടല്ലേ പ്രാർത്ഥനയിൽ കൂടി വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ, പ്രാർത്ഥനയിൽ കൂടി അൺഅച്ചീവബിൾ, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത്. മെഡിക്കൽ സയൻസ് പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ അതിനേക്കാൾ സൂപ്പർസീഡ് ചെയ്ത് പ്രാർത്ഥനയിൽ കൂടി സംഭവിക്കും. ഡോക്ടർമാർ പറയുന്നില്ലേ, ഞങ്ങളെക്കൊണ്ട് ഇനിയൊന്നും പറ്റത്തില്ല, ഇനി എന്താണ് ഒരു മിറക്കിൾ നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം എന്താണ്? അവരെ കൊണ്ട് പറ്റത്തില്ല, മെഡിക്കൽ സയൻസിനെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ കൃഷിശാസ്ത്രമായാലും സാധാരണയായിട്ടുള്ള കാര്യങ്ങളായാലും അതിൽ നിന്നൊക്കെ അത്യുന്നതമാണ് ദൈവത്തിൻ്റെ വഴികൾ എന്ന് നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അതിനെ നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. കാട്ടൊലിവായ നിന്നെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണത് ഒട്ടിച്ചതെന്ന് ചോദിച്ചാൽ, ഒലിവ് മരത്തിൻ്റെ സാദൃശ്യത്തിൽ ഇവിടെ ദൈവം ഇത് ക്ലിയറായിട്ട് പറയുകയാണ്. സാധാരണ ഉള്ളതിന് ഓപ്പോസിറ്റായിട്ട് അബ്രഹാം എന്ന റൂട്ടിൽ നിന്നെ ഒട്ടിച്ചിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ മക്കളാണല്ലോ യഹൂദന്മാർ. ഓക്കെ, താൽക്കാലികമായി യഹൂദന്മാരോടുള്ള ഇടപാട് ദൈവം അങ്ങ് നിർത്തിയെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വെളിപ്പെട്ടിട്ടും അവരവനെ ക്രൂശിച്ചു. അതുമാത്രവുമല്ല, അതിനുശേഷം
അവൻ യേശുവിൻ്റെ പ്രസ്താവനകളും യേശുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വന്ന ശിഷ്യന്മാരെ പോലും അവർ വെറുതെ വിട്ടില്ല. അവസാനം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, യാക്കോബിനെ കൊന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തൽക്കാലം വേറെ മാർഗമൊന്നുമില്ല. തൽക്കാലം ജാതികളിലേക്ക് പൗലോസ് തിരിയുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി. അത് മാത്രമല്ല, നേരത്തെയുള്ള പ്രോമിസാണ്, അബ്രഹാമിനുള്ള പ്രോമിസാണ്, സകല ജാതികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും. ആ പ്രോമിസ് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒരു ജാതികൾക്കുള്ള രക്ഷ അബ്രഹാമിൽ കൂടി തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കാലത്തിൻ്റെ തികവെങ്കിൽ യേശുക്രിസ്തു വന്നതോടുകൂടി അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നതോടുകൂടി അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കും എന്നുള്ള വലിയൊരു ഒരു 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 ഡിക്ലറേഷൻ ഉയരത്തിൽ നിന്ന് പറയുകയായിരുന്നു. സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം, സകല മനുഷ്യർക്കും ഉള്ള മഹാസന്തോഷമാണ്. യഹൂദന്മാർക്ക് മാത്രമുള്ള മഹാസന്തോഷമല്ല, ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ള. ക്രിസ്മസ് സീസൺ അടുത്ത് വരികയാണല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേ, ചിന്തിക്കുമ്പോഴേ, ക്രിസ്മസ് കാലങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമുക്ക് കാണാനായിട്ട് സാധ്യമാകും. എങ്ങനെയാണ് സകല മനുഷ്യർക്കുള്ള രക്ഷ വെളിപ്പെട്ടിരിക്കുന്നു. ആ രക്ഷ അവനിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ് പറഞ്ഞ ആ രക്ഷ. അല്ലെങ്കിൽ കർത്താവ് വീണ്ടും ജനിച്ചില്ല എങ്കിൽ, ആത്മാവിനാലും വചനത്താലും നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ കാര്യം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അവകാശപ്പെട്ട വാഗ്ദത്ത മക്കളായിട്ടുള്ള യഹൂദന്മാരെ തക്കാലം മാറ്റിവെച്ചിട്ട് നമ്മളെയും നിങ്ങളെയും ഒക്കെ വാഗ്ദത്ത മക്കളാക്കി സൂപ്പർ നാച്ചുറൽ പവറിലെ ഒട്ടിച്ചു ചേർക്കുകയാണ് ഇവിടെ ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യർ 3:7-14 വാക്യങ്ങളിലാണ്. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കളെന്നറിവീൻ. അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസാൽ പ്രാപിപ്പാൻ തന്നെ. അതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്, ആത്മാവിനെ പ്രാപിച്ച നമ്മളിലേക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം വന്നു ചേരുകയാണ്. അതുകൊണ്ട് കാട്ടലുവായി അല്ലെങ്കിൽ കയ്പുള്ളത് മാത്രം കായ്ക്കുന്ന നമ്മെ വെട്ടിയെടുത്ത് അബ്രഹാമിനോട് ഒട്ടിച്ചു. വേര് വിശുദ്ധമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വിശുദ്ധം. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വിശുദ്ധം. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധം. അത് പറഞ്ഞിട്ട് ഇവിടെ സാദൃശ്യം എടുത്ത് പറയാണ്. ഇവിടെ ജാതികൾ കാട്ടിൽ മുള്ളുകളുടെ ഇടയിലായിരുന്നു. എന്നാൽ ദൈവകൃപയുടെ പ്രവർത്തനത്താൽ തോട്ടത്തിലെ ഒലിവൃക്ഷത്തിൻ്റെ ഫലത്തിലേക്കും പുഷ്ടിയിലേക്കും അവരെ ഒട്ടിച്ചു ചേർത്തു. നമ്മളെ എല്ലാം ഇത് ഈ ഒട്ടിപ്പോടുകൂടി നല്ല അത്തിയോടുകൂടി നല്ല ഒലിവ് വൃക്ഷത്തോടി നമ്മളെ ഒട്ടിച്ചു ചേർത്തു. ഇത് സ്വഭാവത്തിന് വിരുദ്ധമാണ്, എങ്കിലും ദൈവകൃപയുടെ പ്രത്യക്ഷമായിട്ടുള്ള പ്രദർശനമാണ്. അതുകൊണ്ട് കൃപ വരുന്നിടത്ത് അസ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തി നമുക്ക് കാണാം എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നീ പ്രശംസിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ കൃപയാലാണ് വന്നത്, പ്രവൃത്തിയാലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് വന്നത്. അതുകൊണ്ട് കൊമ്പുകൾ എന്ന് പറയുന്ന നമ്മൾ അവിശ്വാസികളോ വിശ്വാസികളോ ആയ യഹൂദന്മാർക്കെതിരെ പ്രശംസിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. കാരണം ഈ കൊമ്പുകൾ ഒന്നും തന്നെ സംഭാവന ചെയ്തിട്ടില്ല. എല്ലാം ഈ കൊമ്പുകൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്താണ്? റൂട്ടിൽ നിന്നെല്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. അവരുടെ സകല ആത്മീയ കാര്യങ്ങളും ഈ ഒലിവ് മരത്തിൽ നിന്ന് പ്രാപിച്ചിട്ടേ ഉള്ളൂ. കാരണം രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. യോഹന്നാൻ 4:22 വാക്യമാണ്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നീ ഒന്നും വീമ്പിളക്കാനായിട്ടില്ല. എന്നാൽ നേരത്തെ നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്, റീപ്ലേസ്മെൻറ്റ് തിയറിയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കാരണം രണ്ടാമത് യഹൂദന്മാർ തിരിച്ച് റോമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇവരെ അവിടെ അക്സെപ്റ്റ് ചെയ്തില്ല, ജെൻറ്റൈൽസ് അവരെ അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് അവരോട് പറയുകയാണ്, കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ വേരിനെ അല്ല വേർ നിന്നെ അത്ര ചുമക്കുന്നതെന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് പറയും.
അവർ പറഞ്ഞു നടന്നു, യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞു, അവർ യേശുവിനെ ക്രൂശിച്ചു, അതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞു എന്നവർ പറഞ്ഞു. അതുകൊണ്ട് എന്നാൽ എന്നെ ഒട്ടിക്കേണ്ട ഒരു കൊമ്പുകളെ ഒളിച്ചു കളഞ്ഞു എന്നീ പറയും. കൊമ്പുകളായിട്ടുള്ള യഹൂദനെ എല്ലാം ഒടിച്ചു കളഞ്ഞു. അപ്പോഴത് പൗലോസ് ഇവിടെ അത് വ്യാഖ്യാനിക്കുകയാണ്. ശരി, അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി. അവിശ്വാസം വന്നതുകൊണ്ടാണ് യഹൂദനെ ഒടിച്ചു കളഞ്ഞ. എന്തുകൊണ്ടാണ്? അവൻ്റെ അവിശ്വാസത്തിൽ. സത്യവിശ്വാസത്തിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കാതെ നീ നിലനിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവികമ്പളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും എന്ന് പറയുന്നു. അന്നേരം സ്വഭാവത്തിന് വിരോധമായി നിന്നെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നീ വീണ്ടും ഞെളിഞ്ഞ് നിഗളിക്കുകയാണെങ്കിൽ നിന്നെയും ഒടിച്ചു കളയും എന്നുള്ള ഒരു ചിന്ത ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു കമ്പാരിസൺ എടുത്തു വെച്ചിട്ട് രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഞെളിഞ്ഞാൽ നിന്നെ ഒടിച്ചു കളയും എന്നുള്ളതല്ല. ആ ഒടിച്ചു കളയുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞെളിയാതെ ഭയപ്പെടുക, സ്വാഭാവിക മുമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്ന്, അതുകൊണ്ട് ആദരിക്കാതെ വന്നേക്കാം എന്ന് പറയുന്ന ഭാഗത്തെ എടുത്തുകൊണ്ട് വീണ്ടും നിൻ്റെ കപ്പൽ താണുപോകും എന്നുള്ള ഒരു ചിന്തയിൽ വരരുത്. നീ പെർമനൻ്റായിട്ട് എന്നും തന്നെ ആ ഒലിവ് മരവുമായിട്ട് ഒട്ടി തന്നെ നിൽക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒലിവ് മരവുമായിട്ട് നീ ഒട്ടി നിന്നില്ലെങ്കിൽ നിനക്ക് ഫലം കഴിക്കാൻ പറ്റത്തില്ല. കാരണം നിൻ്റെ സാപ്പ്, നിൻ്റെ എനർജി, നിനക്ക് നിനക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം ആ തായ് വേരിൽ നിന്ന്, ആ റൂട്ടിൽ നിന്നാണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, അബ്രഹാമിൽ കൂടിയാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം തരുന്നത്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും നീ അതിൽ ഒട്ടി തന്നെ നിൽക്കണം. ഒട്ടി നിൽക്കാതിരിക്കരുത്. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക എന്ന് പറയാനുള്ള കാര്യം, നീ വിശ്വാസത്തിൽ ഒട്ടി നിൽക്കുകയാണ്. നിൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ നീ തകർന്നു. ഇപ്പോൾ ഒരാൾ എനിക്ക് കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്രയോ വിശുദ്ധന്മാർ വിശുദ്ധിയിൽ ജീവിക്കുകയും കർത്താവിൽ ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞു പോയി, ഈ പുതിയ ജനറേഷനിലൊക്കെ വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടുള്ളവരെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കുറേ കഴിയുമ്പോഴേ ദൈവം അവൻ്റെ പരമാധികാരിയത്തിൽ ചിലപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവന്നേക്കാൻ നമുക്കറിയത്തില്ല. എന്നാൽ ഏത് രീതിയിലാണ് ദൈവം അവരെ കൊണ്ടുവരുന്നത് അറിയത്തില്ല. എന്നാൽ ഇതെടുത്തിട്ട് ഒടിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ഒടിച്ചു കളയാനുള്ള സാധ്യതയുണ്ട് നീ അതിൽ നിന്ന് പോയാൽ. എന്നാൽ വിശ്വാസത്തിൽ നീ നിൽക്കുന്നത് കൊണ്ട്, നീ ഭയപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നിന്നെ ആദരിക്കാതെ വന്നേക്കാം. അങ്ങനെ വന്നാൽ ആദരിക്കാതെ വന്നേക്കാം. നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് എ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴേ അൾട്ടിമേറ്റ്ലി യു വിൽ ബി സേവ്ഡ്. നിങ്ങൾ എന്നേക്കുമായിട്ട് രക്ഷ പ്രാപിക്കും എന്നുള്ളത്. നമ്മുടെ സമയം ഇവിടെ ഇന്ന് തീർന്നുകൊണ്ട് നമ്മൾ തുടർന്നും ഇതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കും. അവിശ്വാസത്തെക്കുറിച്ചും അതുപോലെ ഒലിവിനെക്കുറിച്ചും വീണ്ടും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഒലിവിൻ്റെ ഇത്തിരി ക്യാരക്ടറുണ്ട്, അതെല്ലാം ഇന്ന് പറയാനുള്ളതാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ചില പുതിയ ചിന്തകൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ നിങ്ങൾ ആ നോട്ട്ബുക്കിൽ അത് നോട്ട് ചെയ്യണം, എഴുതി വെക്കണം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഭാവിയിൽ പ്രയോജനം ചെയ്യും. ഇതിപ്പോഴൊന്നുമല്ല പ്രയോജനം ചെയ്യുന്നത്, ഭാവിയിൽ പ്രയോജനം ചെയ്യും. ഞാൻ 10-25 വർഷത്തിന് മുമ്പ് പഠിച്ച ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴാ നോട്ട്ബുക്കിൽ എൻ്റെ കയ്യിലുണ്ടത്. അതൊക്കെ ഇപ്പോഴത് യൂസ്ഫുള്ളായി തീരുന്നുണ്ട്. എപ്പോഴാണ് ഇതൊക്കെ യൂസായി തീരുമെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ആ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഇത് ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനമായി എന്നുള്ളത് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് പോസ്റ്റ് ചെയ്താലും മതി. പേഴ്സണലായിട്ട് ആരും കാണത്തില്ല, ഞാൻ മാത്രമേ കാണുള്ളൂ. ആ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്താലും മതി, എനിക്ക് ഈ രീതിയിൽ ഇത് പ്രയോജനമായി എന്ന്. തീർച്ചയായും ഇന്നത്തെ ചിന്തകളെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ജീവിതത്തിൽ അത് വലിയ പാഠങ്ങൾ നമുക്ക് തരട്ടെ എന്ന് ചിന്തിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം കർത്താവേ, നീ ഈ നാളുകളിൽ ഒട്ടിച്ചിരിക്കുന്നു. ആ വേരിനോട് ചേർത്തുള്ള ആ റൂട്ട് സ്റ്റോക്കിൽ ഞങ്ങളെ കർത്താവ് ഒട്ടിച്ചിരിക്കുകയാണ്. അബ്രഹാമുമായിട്ട് ഞങ്ങളെ ഒട്ടിച്ചിരിക്കുകയാണ്. വിശ്വാസികളായിട്ടുള്ള ഞങ്ങൾ ഫലം കായ്ക്കുന്നതിനാണ് ഒട്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ നിഗളിച്ചു പോകാനായിട്ടല്ല കർത്താവെ ഒട്ടിച്ചിരിക്കുന്നത്. കർത്താവെ, ആ സമയങ്ങളിലെ യഹൂദന്മാരും ജാതികളും തമ്മിലുള്ള ആ പ്രയാസങ്ങളിലെ കർത്താവെ, ആ റൈവൽ, ആ അന്യോന്യം
ഭോഷ്കിൽ അല്ലെങ്കിൽ അന്യോന്യം സമാധാനമില്ലാതിരുന്ന സാഹചര്യത്തിൽ കർത്താവെ പൗലോസ് ആ രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് എഴുതുമ്പോഴേ കർത്താവെ ഇത് ഞങ്ങൾക്കും വലിയൊരു മാതൃകയായിരിക്കാൻ സഹായിക്കണം. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ശരീരത്തിൽ എല്ലാവരും അവയവങ്ങളാണ്, ഒരുമിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വേലയിൽ ഞങ്ങളെ ഇൻവോൾവ് ആയിരിക്കുന്നത് മനസ്സിലാവുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശരീരത്തിൻ്റെ കയ്യിലൊക്കെ വേദനകളായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ഞരമ്പ് സംബന്ധമായിട്ട് ചില കർത്താവെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ പ്രയാസപ്പെടുകയും വേദനയിലിരിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ ഇത് ശ്രദ്ധിക്കുന്നു. വലത്ത് കൈയൊന്നും പൊക്കാനായിട്ട് പറ്റുന്നില്ല, വലിയ പ്രയാസമാണ്. വേറെ ആളുടെ സഹായത്തോടുകൂടിയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സമയത്ത് കർത്താവെ അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവമേ നീ വലിയൊരു റിലീസ്, ഒരു വലിയ വിടുതൽ ഈ ദിവസം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാ വേദനയിൽ നിന്നുള്ള കർത്താവെ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശരീരത്തിൽ കൂടിയുള്ള ആ രക്തഓട്ടമൊക്കെ നോർമലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കാലിന് നീര് വന്ന് കർത്താവെ നടക്കാൻ വയ്യാതിരിക്കുന്ന ചില വ്യക്തികളെ ഇത് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വലിയൊരു വിടുതൽ ഈ ദിവസങ്ങൾ വരട്ടെ. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തരും. എന്താണെന്നുള്ള പ്രയാസം കണ്ടുപിടിക്കപ്പെടാതെ ഇരിക്കുന്ന കർത്താവെ നീ അത് കർത്താവെ മെഡിക്കൽ ചെക്കപ്പിൽ കൂടിയൊക്കെ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുവാനും ഡയഗ്നൈസ് ചെയ്യുവാനും ഈ ദിവസങ്ങൾ സഹായിക്കുക ഇടവരുത്തുകയും ചെയ്യണമേ. അല്ലെങ്കിൽ തന്നെ നീ വലിയൊരു മിറക്കിൾ, ക്രിയേറ്റീവ് മിറക്കിൾ അവരുടെ ജീവിതങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണ അവരോട് കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ ഞങ്ങളെല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോ ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും വാച്ച് ചെയ്യണം. നമ്മൾ ഈ ഒലിവുമായിട്ടുള്ള കാര്യമാണ് അടുത്ത എപ്പിസോഡിലും പറയുന്നത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.